ഇന്ന് നമുക്ക് ബൈപാപ്പ് മെഷീനെക്കുറിച്ച് പരിചയപ്പെടാം. നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസകോശങ്ങൾക്ക് പ്രധാനമായും 2 ഫംഗ്ഷനുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് അന്തരീക്ഷത്തിൽ നിന്നും വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഉള്ളിലേക്കെത്തിയ വായു ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അന്തരീക്ഷത്തിലുള്ള വായുവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളുമൊക്കെ ഒഴിവാക്കി ഓക്സിജൻ മാത്രമായി ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ ശരിയായ വിധത്തിൽ ശ്വാസകോശത്തിൽ നടക്കാതിരുന്നാൽ ഓക്സിജൻ സിലിണ്ടറോ അല്ലെങ്കിൽ ഓക്സിജൻ മെഷീനോ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അന്തരീക്ഷത്തിലുള്ള വായു ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഇൻഹലേഷൻ പ്രഷർ, അതേപോലെ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളും ഒക്കെ പുറന്തള്ളുന്ന എക്സലേഷൻ പ്രഷർ, ഇത് രണ്ടും ആവശ്യമായ അളവിൽ നിലനിർത്താൻ ശരീരത്തിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ ബൈപാപ്പ് മെഷീൻ ഉപയോഗിക്കേണ്ടി വരും. ബൈപാപ്പ് അഥവാ ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷർ, ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്ന ഇൻഹലേഷൻ പ്രഷറും പുറത്തേക്ക് വിടുന്ന എക്സലേഷൻ പ്രഷറും ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും ബൈപാപ്പ് മെഷീൻ 4 മോഡലുകളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അവാപ്സ് ബൈപാപ്പ് മെഷീൻ, അഷ്വേർഡ് വോള്യൂം ആവറേജ് പ്രഷർ സെറ്റിംഗ്സ്. രണ്ടാമത്തെ മോഡൽ ബൈപാപ്പ് ST ആണ്, സ്പോണ്ടാനിയസ് ടൈമിംഗ്, അത് വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് പേഷ്യൻറ്റിന് അവരുടെ പ്രഷർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള ST മോഡ് ഈ മെഷീനകത്ത് ഉണ്ട്. ഓട്ടോ ബൈപാപ്പ് അതുപോലെ മാനുവൽ ബൈപാപ്പ്, ഇത് രണ്ടുമാണ് മറ്റു മോഡലുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബൈപാപ്പ് ST കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മെഷീനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന കാറ്റലോഗും, കണക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഹോസ് പൈപ്പ്, ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ യൂണിറ്റ്, ഫിൽട്ടർ, ഫേസ് മാസ്ക്, അതേപോലെ ഹ്യൂമിഡിഫയർ യൂണിറ്റ്, ഇതിൻ്റെ മെയിൻ ബൈപാപ്പ് മെഷീൻ എന്നിവയാണ്. മെഷീൻ ഉപയോഗിക്കുമ്പോൾ തൊണ്ട വരണ്ടു പോകാതിരിക്കുവാൻ ആ വായുവിൻ്റെ കൂടെ ഈർപ്പം മിക്സ് ചെയ്യുവാനാണ് ഈ ഹ്യൂമിഡിഫയർ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഹ്യൂമിഡിഫയർ സെറ്റ് പുറത്തെടുക്കുക. ഈ ഭാഗത്ത് ചൂടുണ്ടാകും, അതുകൊണ്ട് ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഹ്യൂമിഡിഫയർ സെറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ വെള്ളം ഒഴിക്കരുത്. ഹ്യൂമിഡിഫയർ സെറ്റ് തിരിച്ചു പിടിച്ചതിന് ശേഷം പിൻഭാഗത്തുള്ള ഈ സീലിംഗ് ഒഴിവാക്കി ക്യാപ്പ് തുറക്കുക. എന്നിട്ട് ഇതിലൂടെയാണ് നമ്മൾ മിനറൽ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, ശുദ്ധമായ വെള്ളം ഇതിനകത്തേക്ക് നിറയ്ക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് മാക്സിമം ലെവലിൻ്റെ താഴെയാണ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് ക്യാപ്പ് എടുത്തിട്ട് പൂർണ്ണമായിട്ടും ടൈറ്റ് ചെയ്ത് വെക്കുക. ശേഷം ഇതുപോലെ തിരിച്ചു പിടിച്ച് വെള്ളത്തിൻ്റെ അളവ് ഇവിടെ കാണിച്ചിട്ടുള്ള മാക്സിമം ലെവലിൻ്റെ താഴെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഹ്യൂമിഡിഫയർ യൂണിറ്റിലേക്ക് ഇതുപോലെ അസംബിൾ ചെയ്ത് ഈ ഡോർ പൂർണ്ണമായും അടച്ചു വെക്കുക. ഹ്യൂമിഡിഫയർ യൂണിറ്റ് ഇതുപോലെ മെഷീനുമായി കണക്ട് ചെയ്യുക. ശേഷം ഹോസ് പൈപ്പ് ഇതുപോലെ മെഷീനിലേക്ക് കണക്ട് ചെയ്യുക. ഹോസ് പൈപ്പിൻ്റെ മറ്റേ അറ്റം ഇതുപോലെ മാസ്കിൻ്റെ താഴെ നമ്മൾ കണക്ട് ചെയ്യുക. പവർ അഡാപ്റ്റർ കണക്ടറിൻ്റെ ഈ പരന്ന ഭാഗം അടിയിലേക്ക് വരുന്ന രൂപത്തിൽ ഇതുപോലെ കണക്ട് ചെയ്യുക. ശേഷം ഈ ക്ലിപ്പ് എടുത്ത് കണക്ടർ ഇതുപോലെ ലോക്ക് ചെയ്യുക. കേബിൾ ഇതുപോലെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. പ്ലഗ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യുക. ഇവിടെ നമുക്ക് 3 ബട്ടണുകൾ കാണാം. ഡിസ്പ്ലേ ഓൺ ചെയ്യുവാനും മെഷീൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കുന്ന പവർ ബട്ടൺ, സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഈ ബട്ടണും, റിപ്പോർട്ട്സ് എടുക്കുവാനുള്ള ബട്ടണുമാണിത്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് മെഷീൻ ഓണാക്കാം. മെഷീൻ ഓണായിരിക്കുമ്പോൾ ഈ നോബ് തിരിച്ച് ഹ്യൂമിഡിഫിക്കേഷൻ ലെവൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സെറ്റിംഗ്സ് ബട്ടൺ അമർത്തിയാൽ നമുക്ക്
ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് കടക്കാം. ഹോം വിൻഡോ, സെറ്റിങ്സ്, റിപ്പോർട്ട്സ് മൂന്നും ഇവിടെ നമുക്ക് കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ റിപ്പോർട്ട്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ മൊബൈലിലേക്ക് BMC കെയേഴ്സ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച റിപ്പോർട്ട്സ് കാണുവാൻ സാധിക്കും. ഈ നോബ് തിരിച്ച് ഐക്കോഡ് എന്ന ഓപ്ഷനിലേക്ക് മാറാം. BMC മെഡിക്കൽ എന്ന വെബ്സൈറ്റിൽ കയറി ഒരു ദിവസത്തെ, 7 ദിവസത്തെ, 30 ദിവസം, അങ്ങനെ എത്ര ദിവസത്തെ റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് ആ കോഡുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന മെമ്മറി കാർഡ് എടുത്താൽ ഇതിൽ കൂടെയും റിപ്പോർട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഈ മെഷീനകത്തേക്ക് വായു വലിച്ചെടുക്കുന്നത് ബാക്ക് ഭാഗത്തുള്ള ഈ ഫിൽറ്ററിലൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഫിൽറ്റർ നമ്മൾ മാറ്റേണ്ടതാണ്. BiPAP ST മെഷീന് മറ്റു പല കമ്പനികളും 50,000 രൂപയുടെ മുകളിലാണ് വില ഈടാക്കുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡായ നല്ല ക്വാളിറ്റിയുള്ള ഈ BMC BiPAP ST മെഷീന് 30,000 രൂപയിൽ താഴെ മാത്രമേ വില വരുന്നുള്ളൂ. 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. BMC മെഡിക്കൽ എന്ന ഈ കമ്പനിയുടെ കേരളത്തിലെ അംഗീകൃത വിതരണക്കാരാണ് കേരള ഹെൽത്ത് മാർട്ട്. ഈ മെഷീൻ പുതിയത് വാങ്ങുന്നതിനും വാടകയ്ക്ക് ലഭിക്കുന്നതിനും മറ്റു സർവീസ് ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.